ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഇരിക്കുന്ന കണ്ടാൽ അവരങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നത്. സോ അതിനുശേഷം ഗബ്രിയുടെ ചെവിയിൽ സ്വകാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. പിന്നെ എഴുതി കാണിക്കുന്നൊക്കെ ഉണ്ട് എന്തൊക്കെയോ. അതെന്താണെന്ന് മാത്രം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മേ ബി നെക്സ്റ്റ് ഗെയിം സ്ട്രാറ്റജിയോ പ്ലാനോ ഒക്കെ ആയിരിക്കാം എന്താണെങ്കിലും. സോ എന്തായാലും ജാസ്മിന് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതിൽ സന്തോഷം. ആൾക്കാർ മനഃപൂർവ്വം കുറ്റം പറയുന്നതല്ല. നിങ്ങളുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടിട്ട് ആരെങ്കിലും നിങ്ങൾ പ്രണയിക്കുകയാണോ എന്ന് ഈവൻ ഹൗസ് മേറ്റ്സ് ചോദിച്ചാൽ തന്നെ നിങ്ങൾ ചാടിക്കടിക്കാൻ പോവും. എന്നിട്ട് നിങ്ങൾ പറയും ഇങ്ങനെയാണോ, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, നിങ്ങൾ എന്തിന് സദാചാരം പറയുന്നതെന്ന് ചോദിക്കും. നിങ്ങളുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടാൽ ആർക്കും തോന്നും നിങ്ങൾ പ്രണയിക്കുന്ന രണ്ടുപേരാണെന്ന്. ഇപ്പം നിങ്ങൾ പ്രണയിക്കുകയോ പ്രണയിക്കാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അന്നിവിടെ ആർക്കും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് ആൾക്കാരത് ചൂണ്ടിക്കാണിക്കും, അത്രേ ഉള്ളൂ. എന്തായാലും രണ്ട് നല്ല ഗെയിമേഴ്സാണ്. ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചാൽ രണ്ടുപേർക്കും മുന്നോട്ട് പോകാം. ജെന്യൂൻ ആയിരിക്കുക, അത് ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഗെയിമിലാണെങ്കിലും ഏത് തരം റിലേഷൻഷിപ്പിലാണെങ്കിലും അത്രയേ ഉള്ളൂ. ഓഡിയൻസിനോട് എന്താ പറയുക, ഓഡിയൻസിനെ വലിപ്പിക്കാൻ നോക്കാതെ നിങ്ങൾ ജെന്യൂനായിട്ട് അവിടെ നിന്ന് ഗെയിം കളിച്ചാൽ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. അവിടെ ഉടായിപ്പും ഡ്രാമ ഇറക്കിയാലും ഓഡിയൻസിന് മനസ്സിലാവും. കാരണം നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്യാമറയുടെ മൂട്ടിലിരുന്നായിരിക്കും ഇതൊക്കെ കാണുന്നത് കേൾക്കുന്നത്. നമ്മൾ ഓഡിയൻസ് നിങ്ങളെ 24/7 കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ടെന്ന് നമുക്കറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.